ഇന്ന് കാണിക്കുന്നത് പെട്ടെന്ന് കേടായി പോകാത്ത കാന്താരി അച്ചാറിൻ്റെ റെസിപ്പിയാണ്. കൂടുതലായിട്ട് കാന്താരി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇനി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1 കപ്പ് നല്ലെണ്ണ ഒഴിക്കുക. അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. 2 ടീസ്പൂൺ അച്ചാറായത് കാരണം കുറച്ച് കൂടുതലായിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നോട്ടെ. ഇനി വെളുത്തുള്ളി ചേർക്കാം. 1/2 കപ്പ് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. 1/2 കപ്പിൽ ഒരല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതാ വെളുത്തുള്ളിയുടെ കൂടെ തന്നെ 1 സ്പൂൺ ഉലുവയുടെ ചേർക്കുകയാണ്. ആ വെളുത്തുള്ളി മൂത്ത് വരുന്ന സമയം കൊണ്ട് ഉലുവയും പാകത്തിന് മൂത്ത് കിട്ടിക്കോളും. വെളുത്തുള്ളി ഞാൻ കീറിയിട്ടിട്ടില്ല, മുഴുവനായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കളർ ഒന്ന് ചെറുതായിട്ട് മാറുന്നവരെ വഴറ്റണം. അതൊന്ന് പകുതി വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേന് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി ചേർക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. കുറച്ചുകൂടി ഒന്ന് വെളുത്തുള്ളി മൂത്ത് വരാനുണ്ട്. ആ സമയം കൊണ്ട് ഇഞ്ചി മൂത്ത് കിട്ടും. ആ കറിവേപ്പിലയൊക്കെ ഒന്ന് ക്രിസ്പി ആവുകയും ചെയ്യും. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഇടുന്നതിന് പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ, ഏറെ ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച്. ഇതാ വെളുത്തുള്ളിയുടെ ആ വെള്ള കളറിൽ നിന്ന് കുറച്ചൊന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലോട്ട് 1/2 സ്പൂൺ കായപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി കാന്താരിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 350 ഗ്രാം കാന്താരി എടുത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ആ ചൂടെണ്ണയിലിട്ട് ഒരു 20-30 സെക്കൻഡ് നേരത്തേന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരുപാട് നേരം വേണ്ട, മുളകെല്ലാം അങ്ങ് വെന്തു പോവും. കാന്താരിയിൽ ഒരു തുള്ളി പോലും വെള്ളമയം വരാൻ പാടില്ല. കാന്താരി നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം ഒരു വലപ്പാത്രത്തിൽ നിരത്തിയിടുക, ഇല്ലെങ്കിൽ ഒരു പേപ്പറിലായാലും നിരത്തിയിട്ട് ഫാനിൻ്റെ കാറ്റിൻ്റെ കീഴിൽ വെച്ചാൽ മതിയാകും. നല്ലവണ്ണം അത് തോർന്നു കിട്ടും. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പുകൂടി ചേർക്കാം. എപ്പോഴും അച്ചാറിന് കല്ലുപ്പ് ചേർക്കാൻ നോക്കണം. ഞാൻ എപ്പോഴും കല്ലുപ്പ് ഇതുപോലെ പൊടിച്ച് വെക്കാറാണ് പതിവ്. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് കുറച്ച് മുന്നേ ആയിട്ട് നിൽക്കണം. അത് ലാസ്റ്റിൽ ചാറിനനുസരിച്ച് ചേർത്തിളക്കുക. ഇനി ഇതിലെ വെള്ളം ഒഴിക്കണം. പച്ചവെള്ളം നേരിട്ട് ഒഴിക്കരുത്. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും നല്ലവണ്ണം വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് ഒഴിക്കണം ഇതിൽ. പിന്നെ ചാറിനനുസരിച്ച് ഒഴിക്കുക. ഞാനിതിനകത്ത് അധികം ചാറ് ആക്കുന്നില്ല, അതുകൊണ്ട് 1 കപ്പ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. നല്ല ചാറ് വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കണം. അച്ചാർ ഇരിക്കും തോറും ആ ചാറിന് തന്നെ നല്ല ടേസ്റ്റ് ആകും. പാകത്തിനുള്ള എരിവും പുളിയും ഉപ്പും എല്ലാം ചേർന്നിരിക്കും. അപ്പോൾ ആ ചാറ് തന്നെ ചേർത്ത് കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചാറ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയും കുറച്ചും വെള്ളം കൂട്ടിയും കുറച്ചും എടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിക്കുക. വിനാഗിരി താല്പര്യമില്ലാത്തവർക്ക് നാരങ്ങ ഇതിൽ ചേർക്കാം. 4-5 നാരങ്ങ ആവിയിലൊന്ന് വേവിച്ചെടുക്കുക, കയ്പ്പ് പോകാൻ വേണ്ടിയാണ്. അതിനുശേഷം കഷ്ണങ്ങളാക്കി ഈ കാന്താരി വഴറ്റുന്ന സമയമുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റിയെടുക്കുക. വിനീഗർ ചേർത്താലും നാരങ്ങ ചേർത്താലും ഇതിനുള്ള പുളിപ്പ് കിട്ടും. പക്ഷേ വിനീഗർ ചേർക്കുമ്പോഴാണ് കൂടുതൽ നാൾ കേടാകാതെ ഇരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിനീഗറും ചേർത്ത് നല്ലവണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. ഇനി ഇത് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചട്ടിയുടെ ചൂടും മതിയാകും, കാരണം തിളച്ച വെള്ളമല്ലേ ഒഴിച്ചത്. അതുമല്ല, മുളക് അങ്ങ് ഓവറായിട്ട് അങ്ങ് വെന്തു പോവുകയും ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ കളറ് ഇങ്ങനെ തന്നെ ഇരിക്കും. നല്ലവണ്ണം ആറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കുക. ബോട്ടിലൊക്കെ നല്ലവണ്ണം വെയിലത്ത് ഉണക്കിയിട്ട് വേണം എടുക്കാനായിട്ട്.
2-3 ദിവസം ആകുമ്പോഴത്തേനും മുളകിൻ്റെ കളറ് മാറും. എന്തായാലും ഒരാഴ്ചയെങ്കിലും എടുക്കും മുളകൊക്കെ സോഫ്റ്റായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടാനായിട്ട്. ഇനി നല്ലവണ്ണം ഒന്ന് ആറട്ടെ. ഇതുപോലെ വലപ്പാത്രം വെച്ച് മൂടി വയ്ക്കുക. അടപ്പ് പാത്രം വയ്ക്കുന്നെങ്കിൽ അതിൽ ആവി തട്ടിയിട്ട് വീണ്ടും അതിൽ വെള്ളം വീഴും. അതായത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു കളറിലോട്ട് മാറിയിട്ടുണ്ട്. അച്ചാറിനും കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ അറിയാമല്ലോ, അച്ചാറില്ലേ ഇരിക്കും തോറുമാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് ആ മുളകിൻ്റെ എരിവൊക്കെ കുറഞ്ഞിട്ട് അതിൽ ഉപ്പും പുളിയൊക്കെ കയറി നല്ല ടേസ്റ്റ് ആയിരിക്കും. സൂക്ഷിച്ച് വെക്കാൻ എടുക്കുന്ന ഗ്ലാസ് ബോട്ടിൽ നല്ലവണ്ണം കഴുകി വെയിലത്ത് ഉണക്കിയെടുത്തതായിരിക്കണം. അതുപോലെ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്ന സ്പൂണ് നല്ല ഡ്രൈ ആയിട്ടും ഇരിക്കണം. ഇനി കാന്താരി കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് രേഖപ്പെടുത്തുക. കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കണ്ടില്ലേ, അപ്പോൾ ഹൈപ്പ് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇതുവരെ തന്ന് സപ്പോർട്ട് ചെയ്യല്ല ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.